ചേട്ടാ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്, എന്താണ് പറയാനുള്ളത്? വിവാഹം ഒരു പ്രാവശ്യം കഴിച്ചതാണ്. ഞങ്ങൾ 16 വർഷം മുമ്പ് ഒളിച്ചോടിയ ആൾക്കാരാണ്. അന്ന് ഞാൻ എൻ്റെ നാട്ടിലൊരു ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടത്തിയത്. അന്നത് രജിസ്ട്രേഷൻ ഇതിനെപ്പറ്റിയൊക്കെ വലിയ ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് അങ്ങനെ ഒരു ബന്ധമുണ്ടായത്. പിള്ളേർ ഒരാൾ 10ലും ഒരാൾ 9ലുമായി, വൈഗ വേദ. അപ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ ഇന്നുകൂടി കല്യാണം കഴിച്ചെന്ന് മാത്രമല്ല, റെക്കോർഡിക്കലായിട്ട് നമുക്കൊരു രേഖ ആവശ്യമാണ്. പല കാര്യങ്ങൾക്ക് ചെല്ലുമ്പോൾ അത് പ്രശ്നമാകും. അതുകൊണ്ട് കല്യാണം കഴിച്ചതാണ്. ആൾക്കാരുടെ മുമ്പിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല, നമുക്ക് നമ്മുടെ ഭാവിക്ക് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്തൊരു കല്യാണമാണ്. ഇങ്ങനെ വിവാഹം കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ മക്കളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട്? ഭയങ്കരമാണ്. അവരുടെ സ്കൂളിലെ കുട്ടികളൊക്കെ അവർ പറഞ്ഞ് നിങ്ങൾ ഭയങ്കര ഭാഗ്യം ചെയ്ത പിള്ളേരാണല്ലോ, അച്ഛൻ്റെ അമ്മയും കല്യാണം ഒന്നും കൂടി കാണാൻ പറ്റില്ല എന്നാണ് കുട്ടികൾ പറഞ്ഞത്. അത് വലിയ സന്തോഷമാണ്. ചേച്ചിക്ക് എന്താണ് പറയുന്നത്? സന്തോഷം. പിന്നെ അന്ന് വന്നപ്പോൾ എൻ്റെ വീട്ടുകാരില്ലെങ്കിലും ഇപ്പം എല്ലാവരുടെ സമ്മതത്തോടു കൂടി രണ്ടാമതൊന്നും കൂടി കല്യാണം ഭയങ്കര സന്തോഷമാണ്. ഞാൻ കല്യാണം കഴിച്ച് ഒരു വർഷത്തോളമാണ് അവരൊക്കെ അകന്നു നിന്നുള്ളൂ. പിന്നെ കുട്ടികളൊക്കെ കഴിഞ്ഞപ്പോഴൊക്കെ മാറി. പിന്നെ ഭയങ്കര സൗഹൃദവും സന്തോഷവും ഒക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ കല്യാണം കാണാൻ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ കുറച്ച് പേരില്ല. അതാണ് ഞങ്ങളുടെ പ്രശ്നം. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഇവളുടെ അച്ഛൻ, ഇവളുടെ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. എങ്കിലും വരാൻ പറ്റത്തില്ല, ആരോഗ്യസ്ഥിതി വെച്ചിട്ട് ഇങ്ങനെ പറ്റില്ല. പക്ഷേ ചേച്ചിയുടെ ഭർത്താവ് ഇതൊക്കെ ഉണ്ട്. എല്ലാവരും അറിയും. ഞങ്ങൾ ആരും അറിയിക്കാതെയാണിത് പ്ലാൻ ചെയ്തത്. എല്ലാവരും ഒന്നും അറിയിക്കണ്ട. അത് പ്ലാൻ്റായിട്ട് വളരെ 2-3 സുഹൃത്തുക്കളോട് അറിയും. സാക്ഷ്യപ്പെടാൻ പറ്റിയ ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് നടത്തിയ പരിപാടിയാണ്. അത് പിന്നെ ആൾക്കാരെ അറിഞ്ഞു വരുള്ളൂ. നിങ്ങളൊക്കെ അറിഞ്ഞു വന്നതാണ്. ഞാൻ രാവിലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വധു വിവാഹിതയാവുന്നു, അല്ല എൻ്റെ ഭാര്യ വിവാഹിതയാവുന്നു, വരെ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതിനകത്ത് കുറേ രാവിലെ വിളിച്ച ആദ്യം വിളിച്ചത് തന്നെ ബോബൻ സാമുവൽ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. കല്യാണമൊക്കെ എന്താ ഞങ്ങൾ വിളിക്കാത്തതെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഒരേ വിളികൾ ഇങ്ങനെയിരിക്കും. അപ്പോൾ പരാതികളുണ്ടാവും. പക്ഷേ ഇത് ഞങ്ങൾ പരാതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഇതിന് വേണ്ടിയോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ബ്രിട്ടീഷുകാരുടെയൊക്കെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞു. എടാ നീ ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലേ എന്ന് ചോദിച്ചു. നീ ചത്തുപോയാൽ അവർക്ക് ഇൻഷുറൻസ് പോലും കിട്ടൂലിട്ടാ എങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇതിന് ബാധകമാണ്. അപ്പോൾ ഒരു റെക്കോർഡിക്കൽ കല്യാണം നടന്നത് കേരളേശ്വര ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. ഒരുപാട് കൂട്ടുകാരുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ്. അന്ന് ഞാൻ അമ്പല കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അത് പോരാ, ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള വീഡിയോ ഒന്ന് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും കല്യാണത്തിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും താങ്ക്സ്.